ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓർ ക്ലാസിഫിക്കേഷൻസ് ഓഫ് റേഷ്യോസ് കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഈ റേഷ്യോസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഫോം ചെയ്യുന്നത്, ഇതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദെൻ ബാലൻസ് ഷീറ്റാണ് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. നമുക്ക് തരുന്ന റേഷ്യോസിൽ കുറച്ച് കോമ്പോണൻസും നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മിസ്സിംഗ് ഫിഗേഴ്സ് തന്ന വാല്യൂസ് വെച്ചിട്ട് ഫിഗേഴ്സ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാം. Financial statements comprise of trading and profit and loss account, that means statement of profit or loss account, and balance sheet. The following points may be kept in mind while preparing financial statements from the ratios. അപ്പോൾ നമ്മൾ റേഷ്യോസ് യൂസ് ചെയ്തിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, read the question carefully and find out the starting point. Students should have an idea about the items required for preparing trading and profit and loss account. For example, information regarding sales, purchase, opening as well as closing stock, direct expenses etc. are required for preparing trading account. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള വാല്യൂസിൽ വെച്ചിട്ട് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതായിരുന്നു, ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൽ വരുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക? ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ഡെബിറ്റ് സൈഡ് ഉണ്ടാവും, ഒരു ക്രെഡിറ്റ് സൈഡ്. അതിൽ നമ്മൾ ഡെബിറ്റ് സൈഡിനകത്ത് വരുന്നത് ഓപ്പണിംഗ് ബാലൻസ്, അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, ദെൻ ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കൊടുക്കുന്നത്. ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ മേജർ സെയിൽസ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക്, ഇത്രയും ഐറ്റംസ് ആണ് ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ റിസൾട്ടാണ് ഇൻ കേസ് ഡെബിറ്റ് ആണ്, അതായത് ക്രെഡിറ്റ് ബാലൻസ് കൂടുതലും ഡെബിറ്റ് ബാലൻസ് കുറവുമാണെങ്കിൽ കിട്ടുന്നത് എന്തായിരിക്കും? അതായത് ഇൻകം കൂടുതലും എക്സ്പെൻസ് കുറവുമാണെങ്കിൽ കിട്ടുന്നത് എന്തായിരിക്കും? ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. അതേപോലെ നേരെ മറിച്ച് ഡെബിറ്റ് ബാലൻസ് കൂടുതലും ക്രെഡിറ്റ് ബാലൻസ് കുറവ്, എക്സ്പെൻസ് കൂടുതലും ഇൻകം റവന്യൂ കുറവുമാണെങ്കിൽ കിട്ടുന്നത് ഗ്രോസ് ലോസ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഐറ്റംസ്, അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, ഡയറക്റ്റ് എക്സ്പെൻസസ്, ദെൻ മേജർ ഐറ്റംസ് സെയിൽസ്, ഇത്രയും കാര്യങ്ങളാണ് ഒരു ട്രേഡിംഗ് അക്കൗണ്ടിലുള്ളത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഉണ്ട് എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ വാല്യൂസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. ദെൻ ഫൈൻഡ് വിച്ച് ഐറ്റം ക്യാൻ ബി ഫൗണ്ട് ഫസ്റ്റ് ഫ്രം ദ ഗിവൺ റേഷ്യോസ് ആൻഡ് അഡീഷണൽ ഇൻഫർമേഷൻ. അപ്പോൾ നിങ്ങൾ തന്നിട്ടുള്ള വാല്യൂസിൽ നിങ്ങൾക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഏത് ഐറ്റം ആണെന്നുള്ളത് മനസ്സിലാക്കണം. ദെൻ വെൻ എമൗണ്ട് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആർ ഗിവൺ, നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഗ്രോസ് പ്രോഫിറ്റോ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ തരികയാണെങ്കിൽ, ഈ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാണുന്നത് ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ സെയിൽസ് വെച്ചിട്ടാണ് അല്ലേ? ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഗ്രോസ് പ്രോഫിറ്റോ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ, ഗ്രോസ് പ്രോഫിറ്റും ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയും തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് നിങ്ങൾക്ക് എന്ത് കണ്ടെത്താൻ കഴിയും? സെയിൽസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് സെയിൽസ് മൈനസ് ചെയ്താൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാൻ പറ്റും അല്ലേ? എന്നുവെച്ചാൽ സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാൻ പോവാണ്. സപ്പോസ് നോക്കാം, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് 25% ഓൺ സെയിൽസ്. സെയിൽസിൻ്റെ 25% ആണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ്. ദാറ്റ് മീൻസ് ദ എമൗണ്ട് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഈസ് 30,000. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു സെയിൽസിൻ്റെ ഐറ്റം വാല്യൂ കണ്ടുപിടിക്കുന്നത് നോക്കാം. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ്, GP റേഷ്യോ മീൻസ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. ഓൾറെഡി നമ്മൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോയിലെ ഫസ്റ്റ് റേഷ്യോ മെൻഷൻ ചെയ്യുന്നത് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റും തന്നിട്ടുണ്ട്, എന്താണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയും തന്നു അല്ലേ? ഗ്രോസ് പ്രോഫിറ്റ് 30,000 ആണ്, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ 25% ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ.
അപ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ തന്നിട്ടുണ്ട് 25 ആണെന്ന്. ദെൻ ഗ്രോസ് പ്രോഫിറ്റ് 30 ആണ്, ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ദെയർഫോർ നെറ്റ് സെയിൽസ് എങ്ങനെയാണ് കാണുന്നത്? 30,000 ഇൻറ്റു 100/25. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1,20,000 ആണ് ഇതിൽ നിന്ന് സെയിൽസ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സെയിൽസ് 1,20,000 ആണെന്ന് കിട്ടി. ഓൾറെഡി ഗ്രോസ് പ്രോഫിറ്റ് 30,000 ആണെന്ന് നമ്മൾ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന്, സെയിൽസിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? തന്ന വാല്യൂസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്യാം. എത്രയാണ്? സെയിൽസ് 1,20,000 ആണ്, ഗ്രോസ് പ്രോഫിറ്റ് 30,000 ആണ്. സോ 1,20,000 മൈനസ് 30,000, ദാറ്റ് ഈസ് 90,000 ഈസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ഓൾറെഡി തന്നിട്ടുണ്ട് 30,000 ആണ്. നെറ്റ് സെയിൽസ് ഫൈൻഡ് ഔട്ട് ചെയ്തു, ദാറ്റ് മീൻസ് സെയിൽസ് 1,20,000 ആണ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 90,000 ആണ് എന്ന് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് എന്താണ്? സപ്പോസ് ആവറേജ് സ്റ്റോക്ക് 15,000 ആണ് എന്ന് വിചാരിക്കും. ആവറേജ് സ്റ്റോക്ക് എത്രയാണ്? 15,000 ആണ്. അപ്പോൾ അതിൽ നിന്ന് ആൻഡ് ദ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ട്വൈസ് ദ ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആവറേജ് സ്റ്റോക്ക് കാണുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2 ആണ് ആവറേജ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആവറേജ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് 15,000 ആണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ട്വൈസ് ദ ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ഡബിൾ ആണ് എന്ത്? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇൻറ്റു 2 ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? നിങ്ങൾക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടും. കാരണം ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ഇരട്ടിയാണ് എന്ത്? ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും കാണുന്നതെന്ന്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആവറേജ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് 15,000 ആണ്. പിന്നെ സപ്പോസ് ഓപ്പണിംഗ് സ്റ്റോക്ക് എക്സ് ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്തായിരിക്കും? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2 ആണ് എന്ത്? ആവറേജ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എക്സ് ആണെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്തായിരിക്കും? 2x അല്ലേ? എക്സിൻ്റെ ഇരട്ടിയല്ലേ ക്ലോസിംഗ് സ്റ്റോക്ക് വരിക? എക്സ് ഇൻറ്റു 2 അല്ലേ ക്ലോസിംഗ് സ്റ്റോക്ക്? അപ്പോൾ 2x എന്ന് പറയാം, ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു എത്രയാണ്? 15,000. അങ്ങനെ പറഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 2x എന്ന് പറഞ്ഞാൽ നമുക്ക് 3x എന്ന് പറഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ 3x മീൻസ് 3 ഇൻറ്റു എക്സ് അല്ലേ? അപ്പോൾ 3 ആൻഡ് 2 വെട്ടിക്കഴിഞ്ഞാൽ 1.5x അല്ലേ? 1.5x ഈസ് ഈക്വൽ ടു 15,000 അല്ലേ? അങ്ങനെയല്ലേ വരിക? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 1.5x ഈസ് ഈക്വൽ ടു 15,000 ആണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 15,000 ഡിവൈഡഡ് ബൈ 1.5, ദാറ്റ് ഈസ് 10,000 അല്ലേ? അങ്ങനെയാണ് ഈ 10,000 എന്താ? എക്സിൻ്റെ വാല്യൂ ആണ്. എക്സ് എന്ന് പറഞ്ഞത് എന്തായിരുന്നു? ഓപ്പണിംഗ് സ്റ്റോക്ക്. 2x ആണെന്ത്? ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി നമുക്ക്? എക്സ് ഈസ് ഈക്വൽ ടു 10,000. എക്സ് എന്ന് പറയുന്നത് 10,000 ആണെന്ന് കിട്ടി. അപ്പം ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ഇരട്ടിയാണെന്ന് പറഞ്ഞു. ട്വൈസ് ദ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ട്വൈസ് ദ ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് 10,000 ആണെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയായിരിക്കും? 10,000ൻ്റെ ഇരട്ടി, അതായത് 20,000. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനകത്ത് എത്രയാണ്? 15,000 ആണ് ആവറേജ് സ്റ്റോക്ക് തന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് 10,000 പ്ലസ് 20,000 ഡിവൈഡഡ് ബൈ 2 ആണ് 15,000, ദാറ്റ് ഈസ് ആവറേജ് സ്റ്റോക്ക്. അപ്പോൾ റെഡി അല്ലേ? 30,000 ഡിവൈഡഡ് ബൈ 2 15,000 ആണ് നമുക്ക് ആവറേജ് സ്റ്റോക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടി? നമ്മളിപ്പോൾ ഓൾറെഡി ഗ്രോസ് പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 30,000 ആണ്. നെറ്റ് സെയിൽസ് 1,20,000 ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 90,000 ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് 10,000 ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് 20,000 ആണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പം കിട്ടിയ വാല്യൂസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പർച്ചേസ് കണ്ടുപിടിച്ചൂടെ? പർച്ചേസ് കണ്ടുപിടിക്കാനായിട്ടുള്ള വാല്യൂസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് എന്ത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? 90,000 ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു.
ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 10,000 ആണ് എന്ന് പറഞ്ഞു. പർച്ചേസസ് മിസ്സിംഗ് ഫിഗറാണ്. പിന്നെന്താ തന്നിട്ടുള്ളത്? മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 20,000 ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിലുള്ള വാല്യൂസ് നോക്കുക. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 90,000 ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് 10,000 പ്ലസ് പർച്ചേസസ് ഫിഗർ തന്നിട്ടില്ല. ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് 20,000. അപ്പോൾ നമുക്ക് പർച്ചേസിന് ഇവിടെ വെച്ചിട്ട് ബാക്കിയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. പർച്ചേസ് അല്ലേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 90,000 അടുത്ത് നമ്മൾ പ്ലസ് ഫിഗറായ 10,000 അങ്ങോട്ടേക്ക് ഈസ് ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് മൈനസ് 10,000 മൈനസ് 20,000 എന്നുള്ളത് പ്ലസിൻ്റെ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് 20,000. അപ്പോൾ അങ്ങനെയാണ് 90,000 മൈനസ് 10,000 80,000 പ്ലസ് 20,000 ദാറ്റ് ഈസ് പർച്ചേസ് ഈസ് ഈക്വൽ ടു 1 lakh. അപ്പോൾ നിങ്ങൾക്ക് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ കിട്ടി. ഓപ്പണിംഗ് സ്റ്റോക്ക് കിട്ടി, പർച്ചേസ് കിട്ടി, സെയിൽസ് കിട്ടി, ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടി. കിട്ടുന്ന റിസൾട്ട് ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുള്ള 30,000 ആണോ എന്ന് നോക്കണ്ടേ? ഓക്കെ, നോക്കുക. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഓപ്പണിംഗ് സ്റ്റോക്ക് 10,000, ക്ലോസിംഗ് സ്റ്റോക്ക് 20,000, സെയിൽസ് 1,20,000 അല്ലേ, പർച്ചേസ് 1 lakh. That is 1,20,000 plus 20,000, that is 1,40,000 total. Opening stock 10,000, purchases 1 lakh. That means 1,10,000, 1,40,000 നിന്ന് 1,10,000 മൈനസ് ദ ഗ്രോസ് പ്രോഫിറ്റ് നോക്കൂ 30,000. ഈ 30,000 ആണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ഓൾറെഡി തന്നിരുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലാകെ എന്തേ തന്നിട്ടുള്ളൂ? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഗ്രോസ് പ്രോഫിറ്റ്. അതിൽ നിന്ന് സെയിൽസ് കണ്ടെത്തി. സപ്പോസ് നമുക്ക് ആവറേജ് സ്റ്റോക്ക് 15,000 ആണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ബാക്കി എന്ത് ചെയ്തു? ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ട്വൈസ് ആണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നതുകൊണ്ട് നമുക്ക് അതിലുള്ള മിസ്സിംഗ് ഫിഗേഴ്സ്, സെയിൽസ്, പർച്ചേസസ്, അതുപോലെ തന്നെ സ്റ്റോക്ക്, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ബാലൻസസ് കണ്ടുപിടിച്ചു. ഇങ്ങനെയാണ് നമ്മൾ റേഷ്യോസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്? ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട്സ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് എന്നുവെച്ചാൽ എന്താണ്? ഇതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനകത്ത് ഡയറക്റ്റ് എക്സ്പെൻസസ് ഒന്നും മെൻഷൻ ചെയ്യുന്ന വാല്യൂസ് തന്നിട്ടില്ല. അപ്പോൾ തന്ന വാല്യൂസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് നമ്മളൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റും എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തായിരിക്കും? കുറച്ച് വാല്യൂസ് തരും. അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് പിന്നെ ഒരു ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ മേജറായിട്ട് നമുക്ക് വേണ്ട ഐറ്റംസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? കറൻറ്റ് അസറ്റ്സ്, കറൻറ്റ് ലയബിലിറ്റീസ്, ദെൻ ഫിക്സഡ് അസറ്റ്സ് ഒക്കെയാണ് അല്ലേ? അപ്പോൾ അതിന് നിങ്ങൾക്ക് കറൻറ്റ് റേഷ്യോ അതേപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റലൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വർക്കിംഗ് ക്യാപിറ്റലും കറൻറ്റ് റേഷ്യോയും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കറൻറ്റ് ലയബിലിറ്റിയും കറൻറ്റ് അസറ്റ്സും ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് കഴിയും. അതേപോലെ തന്നെ നമുക്ക് ഫിക്സഡ് അസറ്റ്സ് റേഷ്യോസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫിക്സഡ് അസറ്റ്സ് അല്ലെങ്കിൽ അതേപോലെ തന്നെ പ്രൊപ്രൈറ്ററി റേഷ്യോസൊക്കെ തന്നിട്ട് നമുക്ക് പ്രൊപ്രൈറ്ററി ഫണ്ട്, അതിൽ നിന്ന് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട്, അതേപോലെ തന്നെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോസൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഡെപ്റ്റ് ക്യാപിറ്റൽ, ഇക്വിറ്റി ക്യാപിറ്റലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് കഴിയും. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് റേഷ്യോസ് യൂസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. അപ്പം നിങ്ങളത് വെച്ചിട്ട് എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് നിങ്ങളൊന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ.